ഞാൻ കുറെ നാളായില്ലേ വന്നിട്ട്. എന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾ മിസ് ചെയ്തോ? ഇല്ലെന്ന് എനിക്കറിയാം. ഞാനൊരു കേസ് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നേ. ഒരു എന്താ ബൈപോളാർ ഡിസോർഡർ ഉള്ള ഒരാളുടെ കേസ് വായിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, ഈ മെന്റൽ ഡിസോർഡേഴ്സ് വരുന്ന പേഷ്യൻസ് ഈ മെന്റൽ ഡിസോർഡർ അങ്ങനെ മാറില്ല. ചില ഡിസോർഡർ മാറും, പക്ഷെ ചിലത് മാറില്ല. സിംറ്റംസ് റെഡ്യൂസ് ചെയ്ത് നിർത്താനേ പറ്റത്തുള്ളൂ. അപ്പോ എന്താ പറയണ്ടേ, ഇങ്ങനെ ഡിസോർഡർ വന്ന പേഷ്യൻസ് ഹോസ്പിറ്റലൈസ്ഡ് ആവുമല്ലോ, എന്നിട്ട് ഇത് കുറയുമല്ലോ. ചില കേസിൽ വീട്ടുകാർ പിന്നെ അക്സെപ്റ്റ് ചെയ്യില്ല, തിരിച്ചെടുത്ത് അവരെ വിളിച്ചുകൊണ്ട് പോവില്ല. പക്ഷെ ഞങ്ങള് ഊളംപാറയിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഒരു പേഷ്യന്റ് കേട്ടോ, അയാളുടെ രോഗമെല്ലാം മാറി. അയാളുടെ ചേട്ടന്റെ മോളുടെ കല്യാണമാണ്. അപ്പൊ അയാൾക്ക് അതിന് പോകണം. അപ്പൊ അയാൾ ഞങ്ങളെ കണ്ടപ്പോൾ ഞങ്ങളോട് ചോദിച്ചു ഇന്ന് എത്രാം തീയതിയാന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങൾ അന്നത്തെ ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല, ആ ഡേറ്റ് ഞങ്ങൾ പറഞ്ഞു. അപ്പൊ അയാളോട് അയ്യോ അടുത്ത ആഴ്ച എന്റെ മോളുടെ കല്യാണം. അപ്പൊ ഒരു മൺഡേ ആണ്, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരു തിങ്കളാഴ്ചയാണ് മോളുടെ കല്യാണം, ചേട്ടന്റെ മോളുടെ കല്യാണം. ഈ വരുന്ന തിങ്കളാഴ്ച. അപ്പൊ അയാളിങ്ങനെ ഡേറ്റ് ഒക്കെ നോക്കിയിട്ട് ഈ വരുന്ന തിങ്കളാഴ്ചയുടെ അന്ന് എന്റെ ചേട്ടന്റെ മോളുടെ കല്യാണമാണ്. ഞാനില്ലാതെ എങ്ങനെയാ കല്യാണം നടക്കുന്നത്? അയ്യോ ഞാനവിടെ വേണ്ടേ? എന്നിട്ട് എന്താ എന്നെ കൊണ്ടുപോകാൻ വരാത്തെന്താ? ഞാനിങ്ങനെ നിങ്ങൾ ആരും ഇവിടുന്ന് കോണ്ടാക്ട് ചെയ്യാത്തത് കൊണ്ടാണ്, എനിക്ക് കണക്ട് ചെയ്ത് തരാത്തത് കൊണ്ടാണ്, നിങ്ങളൊന്ന് വിളിക്കാത്തെന്താ, ആരെങ്കിലും ഒന്ന് പറയുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അയാളിങ്ങനെ ഞങ്ങളോടൊക്കെ പറയാം. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ചിലപ്പോ ഈ രോഗം മാറാത്തത് കൊണ്ട് ചിലപ്പോ എന്തെങ്കിലും അങ്ങനെ പറയുന്നതാകാം എന്ന് ഞങ്ങൾ വിചാരിച്ചു. അപ്പൊ ഞങ്ങൾ സിസ്റ്ററിനോട് ഇങ്ങനെ കാര്യം ചോദിച്ചു, ആൾക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. പറഞ്ഞു ആളുടെ രോഗമൊക്കെ ഭേദപ്പെട്ടിട്ടുണ്ട്, പക്ഷെ വീട്ടുകാർ കൊണ്ടുപോകാനായിട്ട് തയ്യാറല്ല. വീട്ടുകാർ പറയുന്നതെന്ന് വെച്ചാ, ഈ ചേട്ടന്റെ മോളുടെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, ഈ ചേട്ടന്റെ മോളുടെ കല്യാണം കഴിയുന്നത് വരെ ആ പേഷ്യന്റിനെ അവിടെ നിർത്തിയിരിക്കാനാ വീട്ടുകാർ പറയുന്നത്. അതായത് അവിടെ ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കണം, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്ന് വിളിച്ചോണ്ട് പോയിക്കോളാം. പക്ഷെ ഈ മനുഷ്യൻ ചേട്ടന്റെ മോളുടെ കല്യാണം കാണാനായിട്ട് അതിയായിട്ട് ആഗ്രഹിച്ചിരിക്കുവാണ്. അപ്പോ അന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. അതായത് എന്തെങ്കിലും ഇതുപോലെ മെന്റൽ ഡിസോർഡേഴ്സ് വന്നു കഴിഞ്ഞാൽ സമൂഹം മാറ്റി നിർത്തും. അതിലപ്പുറം വീട്ടുകാരാണ് മാറ്റി നിർത്തുന്നത് പലരെയും. കുറെ പേരെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നവരുണ്ട്, പക്ഷെ ഒരുപാട് പേരെയും വീട്ടുകാരാണ് മാറ്റി നിർത്തുന്നത്. സമൂഹത്തിലോട്ട് ഇപ്പൊ ഈ എന്താ പറയണ്ടേ, ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തിട്ട് പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോൾ സമൂഹം അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവർ കുറച്ച് മാറി നിന്നിട്ടൊക്കെ ആയിരിക്കും നോക്കുന്നത്. പക്ഷെ വീട്ടുകാർ എന്തിനാണ് അങ്ങനെ മാറ്റി നിർത്തുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വന്നൊന്ന് എന്താണ് ഡോക്ടറോട് ചോദിക്കണം, ആളുടെ രോഗം കുറവുണ്ടോ, എങ്ങനെയാണ്. ഡോക്ടർ ഉറപ്പ് പറയും. അതായത് അവിടെ എല്ലാരും പറയുന്നുണ്ട് ആ പുള്ളിക്കാരന് രോഗം മാറിയും. ഇപ്പൊ ഞാൻ പോകുന്ന ഹോസ്പിറ്റലിൽ സെയിം അവസ്ഥ. അത് പിന്നെ അയാൾക്ക് അങ്ങനെ ഫംഗ്ഷൻ ഒന്നുമല്ല, അയാൾക്ക് വീട്ടിൽ പോകണം, അയാൾക്ക് ഇവിടെ കിടന്നു മടുത്തു. അതായത് അയാളുടെ രോഗം കുറച്ചൊന്ന് കൺട്രോൾ ആയി കഴിഞ്ഞു, അയാളൊന്ന് ഒന്ന് സെറ്റിൽ, അയാളുടെ ഒരു പ്രശ്നമോ സിംറ്റംസ് ഒക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ വീട്ടുകാർ കൊണ്ടുപോകാൻ തയ്യാറല്ല. കുറച്ചും കൂടെ അവിടെ കിടക്കട്ടെ, കുറച്ചും കൂടെ അവിടെ കിടക്കട്ടെ. ചിലപ്പോ ഒരു പക്ഷേ വീട്ടില് അവരുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളായിരിക്കും അല്ലെ അങ്ങനെ അവരെ കൊണ്ട് പറയിക്കുന്നത്. ഞാനിങ്ങനെ ആലോചിച്ചു, ഈശ്വര, മെന്റൽ ഡിസോർഡേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്ക് വേണോ സംഭവിക്കാവുന്ന കാര്യമാണ്. പല ഡിസോർഡേഴ്സും നമുക്ക് ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം. അപ്പോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ വീട്ടുകാര് അക്സെപ്റ്റ് ചെയ്യാത്തൊരവസ്ഥ. ഈ ഉളപ്പാറയുടെ കേസ് പറയുവാണെങ്കിൽ ജയില് പോലൊക്കെയാണ് പല സ്ഥലവും. അതായത് ഇരുണ്ട റൂമാണ്. ഈ ഇരുണ്ട റൂമില് അത് നമ്മള് കണ്ടാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. നമ്മൾ പലപ്പോഴും പറയും അഹങ്കരിക്കുമ്പോൾ ആർസിസിയിൽ പോയിട്ട് നോക്കണമെന്നൊക്കെ പറയുമല്ലോ. അതുപോലെയാണ് നമ്മൾ അഹങ്കരിക്കുമ്പോൾ ജസ്റ്റ് കുളമ്പറയിൽ ആ വാർഡുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതുപോലെയൊക്കെ ആയിപ്പോയാൽ എങ്ങനെ അത് ജസ്റ്റ് ഒന്ന് പോയി കണ്ടാലേ നമുക്കത് മനസ്സിലാവും. എനിക്കിത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് ഇങ്ങനെ ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഡിസോർഡേഴ്സ് വന്ന ആൾക്കാർ നമ്മളെപ്പോഴും ഓരോന്ന് അച്ചീവ് ചെയ്യാനും ഓരോരുത്തരോട് കോമ്പറ്റീഷൻ മൈൻഡ് വെച്ചു. നമ്മുടെ ലൈഫിൽ എപ്പോഴും കോമ്പറ്റീഷനിലാണല്ലേ. മറ്റുള്ളവരുടെ ഉയർച്ച കാണുമ്പോൾ നമ്മൾക്ക് ടെൻഷൻ, അല്ലെങ്കിൽ നമ്മൾക്കത് കിട്ടിയില്ല, നമ്മൾക്കിത് കിട്ടിയില്ല. പക്ഷെ ഇതൊക്കെ ഒരൊറ്റ നിമിഷം മതി. ഇതൊക്കെ തന്നെയും നമ്മൾ പറയും ഒരു നിമിഷം മതി മരിച്ചു പോകാൻ. അതുകൊണ്ട് അങ്ങനെയൊക്കെ കുറെ കോഴ്സ് എടുക്കും. പക്ഷെ അതുപോലെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഒറ്റ നിമിഷം മതി. ഇതെല്ലാം നെർവ്, നമ്മുടെ തലച്ചോറിന്റെ കളികളാണല്ലോ. ഒരു നിമിഷം മതി നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു ഡിസോർഡർ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെ തിരിച്ചെത്താൻ കുറച്ച് പാടാണ്. എത്തിക്കഴിഞ്ഞാൽ തന്നെ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സമൂഹം നമുക്കില്ല. വീട്ടുകാർ പോലും എങ്ങനെയാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ ഉള്ള നേരത്ത് നമ്മള് നല്ലതുപോലെ നമ്മള് മെന്റലി ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മള് എന്താ പറയണ്ട, നമ്മുടെ കാര്യം നോക്കി നമ്മളുടെ ബ്ലെസ്സിങ്സില്
നമ്മുടെ ബ്ലെസ്സിങ്സ് എന്ന് പറയുമ്പോൾ അതായത് നമ്മള് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് താങ്ക് യു പറയുന്ന ഒരു ഇതാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. 2 ടൈപ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്സ് ഉണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ്സ് ഒന്നെന്ന് പറയുന്നത് ഒരാൾ നമ്മൾക്ക് സഹായം ചെയ്തു തരുമ്പോൾ നമ്മൾ അവരോട് പറയുന്ന താങ്ക്സ് ആണ് എന്താ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്. ഇനി രണ്ടാമത്തെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഉള്ള ബ്ലെസ്സിങ്സ്, അതിന് നമ്മൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കുക. നമ്മളിങ്ങനെ മറ്റുള്ളവരുടെ അടുത്ത് മത്സരിച്ചും അല്ലെങ്കിൽ കുറെ കോമ്പറ്റീഷൻ കാണിച്ചും അതിലൊന്നും അല്ല കാര്യം. നമ്മൾ ഇപ്പോൾ ഉള്ള ലൈഫ് വളരെ ഭംഗിയായിട്ട് ജീവിക്കുക, മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളെ കൊണ്ട് പരമാവധി പറ്റുന്ന ഹെൽപ്പ് ചെയ്യുക. നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, ഏറ്റവും ഹാപ്പി ആയിട്ട് കാണുന്ന ആൾക്കാർക്കായിരിക്കും ഏറ്റവും കൂടുതൽ വിഷമം. നമ്മൾ എപ്പോഴും വിചാരിക്കും അല്ലെ, അയ്യോ അവരുടെ ലൈഫ് എന്ത് സൂപ്പറാണ്, ഇവരുടെ ലൈഫ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആണ്, അങ്ങനെയൊക്കെ വിചാരിക്കും അല്ലെ. പക്ഷെ അങ്ങനെ ഒന്നും അല്ലടോ. എല്ലാവരുടെ ലൈഫിലും പ്രശ്നങ്ങളുണ്ടാവും. പലപ്പോഴും കൗൺസിലിങ്ങിന് ഏറ്റവും നല്ല പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാർ വരുമ്പോ പലപ്പോഴും അങ്ങ് ഞെട്ടിപ്പോവും. അയ്യോ ഇവരൊക്കെ ഇത്രയും നല്ല പൊസിഷനിൽ ഇത്രയും സാലറി വാങ്ങുന്ന ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്ത്രീകൾ എന്തിനാണ് ഇത്രയും അനുഭവിക്കുന്നത് എന്ന് പലപ്പോഴും തോന്നിപ്പോവും. അപ്പൊ അങ്ങനെ പക്ഷെ പുറമേ നിന്ന് നോക്കുമ്പോൾ അവരെ നോക്കുമ്പോൾ ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അവർ ഇത്രയും വിഷമങ്ങളിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ഒരുപാട് നേട്ടങ്ങൾ അച്ചീവ് ചെയ്ത സ്ത്രീകളെ കാണുമ്പോൾ അല്ലെങ്കിൽ പുരുഷന്മാരെ കാണുമ്പോൾ നമ്മൾ അയ്യോ ഭാഗ്യവതികളാണ്, ഭാഗ്യവാന്മാരാണ് എന്ന് ചിന്തിക്കാതെ നമ്മൾക്ക് നമ്മുടെ ലൈഫിൽ എന്ത് ചെയ്യാൻ കഴിയും ഇതൊക്കെ അത് നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്ക് എന്തുകൊണ്ട് അങ്ങനെ പറ്റിയില്ല, അല്ലെങ്കിൽ ഞാൻ എന്താ ഇങ്ങനെ ആയിപ്പോയത്, അങ്ങനെയല്ല. അവര് ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും ആയിക്കോട്ടെ, ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേണമെങ്കിൽ അവരെ റോൾ മോഡലൊക്കെ ആക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, നല്ല കാര്യമല്ലേ. ലൈഫിൽ അച്ചീവ് ചെയ്ത ആൾക്കാരെ നമുക്ക് വേണമെങ്കിൽ റോൾ മോഡലൊക്കെ ആക്കാം, അതിലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ കോമ്പറ്റീഷൻ അതൊരു ഹെൽത്തി കോമ്പറ്റീഷൻ ആണെങ്കിൽ നോ പ്രോബ്ലം. പക്ഷെ അതർവൈസ് നമ്മൾക്ക് തന്നെയാണ് അത് നെഗറ്റീവായിട്ട് ബാധിക്കത്തേ ഉള്ളൂ. അപ്പൊ അത്രേ ഉള്ളൂ. രാത്രി സമയം 12 മണിയാണ്. വിത്തൗട്ട് മേക്കപ്പ് ഞാൻ മറ്റേ മത്തങ്ങ പോലെയായിരിക്കും മിക്കവാറും എന്റെ തല വരാൻ പോകുന്നത്. മത്തങ്ങ പോലെ. എനിക്കിനി മേക്കപ്പ് ഒക്കെ ചെയ്യാൻ മടിയാണ്. ഞാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് കേട്ടോ. എനിക്ക് കുറച്ച് മടിയുള്ളത് കൊണ്ട് തന്നെ ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്യില്ല. ഞാൻ മേക്കപ്പ് ചെയ്യാത്ത എന്റെ ചേച്ചിയൊക്കെ മിക്കവാറും ചോദിക്കുമായിരിക്കും കേട്ടോ, നിനക്ക് നാണമില്ലേ ഈ മേക്കപ്പ് ഒന്നും ചെയ്യാതെ ഈ കോലത്തിൽ വന്നിരിക്കും. 10 പേര് കാണുന്ന വീഡിയോ അല്ലേ. പക്ഷെ എനിക്ക് നാണക്കിടയ്ക്ക് ഉണ്ട് കേട്ടോ. മേക്കപ്പ് ഇല്ലാതെ എനിക്ക് നാണക്കിടയ്ക്ക് ഉണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞാനൊരു മടിച്ചിയായി പോയി. ആരെന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ മടിച്ചിയാണ്. എനിക്ക് ഇനി എഴുന്നേക്കണം. എന്തിനു മേക്കപ്പ് ഇടുന്നതല്ലേ, മേക്കപ്പിന്റെ ആവശ്യമുണ്ടോ? എന്നുവെച്ചാൽ ഞാൻ ഭയങ്കര സൗന്ദര്യവതി എന്നല്ല, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ എന്തിനാണ് മേക്കപ്പ്? എന്റെ സബ്സ്ക്രൈബേഴ്സിനോടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരോടാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തവരോടാണെങ്കിലും എന്താ പറയണ്ടേ, കുറച്ച് കാര്യങ്ങൾ ജെന്യൂൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചതല്ലേ, അതിന് ഞാൻ എന്തിനാണല്ലേ മേക്കപ്പ് ഒക്കെ? കാര്യം എന്തായാലും ക്ലിയർ ആയല്ലോ. എനിക്ക് മേക്കപ്പ് ഇല്ലെങ്കിലും എന്റെ ലുക്ക് ശരിയല്ലെങ്കിലും എന്താണെങ്കിലും വാലാകൊല ഇരിക്കുവാന്നുണ്ടെങ്കിലും കാര്യം നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ അത്രേ ഉള്ളൂ. ഇനി ഞാൻ എന്ന് വീഡിയോ ഇടുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇത് ഞാൻ പെട്ടെന്ന് ഒരെണ്ണം അങ്ങ് എടുക്കുകയാണ്. ഇത് ചെയ്തിട്ട് കുറെ നാളായി. പക്ഷെ അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ഒരു വീഡിയോ ചെയ്യുമ്പോൾ കുറച്ച് ഗുമ്മായിട്ടൊക്കെ വരണമെന്ന് വിചാരിച്ചു. പക്ഷെ ഗുമ്മൊക്കെ അങ്ങ് പോയി. ഈ രീതിയിലാണ് വന്നത്. എന്റെ തല ഇങ്ങനെ മത്തങ്ങ പോലെ ഇരിക്കുമായിരിക്കും. വീഡിയോ എടുക്കുന്നതേ ശരിയല്ലെന്ന് തോന്നുന്നു. എന്തെങ്കിലും ആയിക്കോട്ടെ, ശരി. എന്തായാലും എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. എല്ലാരും വളരെ ഹാപ്പി ആയിട്ടിരിക്കട്ടെ. അങ്ങനെ നമുക്ക് പറ്റില്ലല്ലേ. നമുക്ക് ദുഃഖം ഉറപ്പായിട്ട് നമ്മുടെ ലൈഫിലെ ദുഃഖങ്ങൾ ഉണ്ടാകും. പക്ഷേ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ദുഃഖങ്ങളെ വളരെ സ്ട്രോങ് ആയിട്ട് ഓവർകം ചെയ്യാനുള്ള ഒരു മനസ്സ് നമ്മൾക്ക് കിട്ടട്ടെ അല്ലെ. നിങ്ങൾക്ക് അങ്ങനെ ഒരു മനസ്സ് എനിക്കും നിങ്ങൾക്കും അങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള മനസ്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ബൈ.